നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് കെവലാർ ആണ്. കെവലാർ എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് പോളിമർ ഫൈബർ ആണ്. എന്താണ് കെവലാർ? കെവലാർ എന്ന് പറയുന്നത് സിന്തറ്റിക് പോളിമർ ഫൈബർ ആണ്. എന്താ ഈ കെവലാറിൻ്റെ പ്രത്യേകത? കെവലാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റിഫ്നെസ്, സ്ട്രെങ്ത്, ഹീറ്റ് റെസിസ്റ്റൻസ്, ഈ മൂന്ന് പ്രത്യേകതകൾ കൊണ്ട് ഫേമസ് ആയിട്ടുള്ള ഒരു സിന്തറ്റിക് ഫൈബർ ആണ് കെവലാർ എന്ന് പറയുന്നത്. ഇത് സിന്തറ്റിക് പോളിമർ ഫൈബർ ആണ്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് പ്രോപ്പർട്ടീസ് ആണ്. അത് സ്റ്റിഫാണ്, അത് സ്ട്രോങ് ആണ്, അതുപോലെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ മൂന്ന് പ്രോപ്പർട്ടി കാരണം ഇത് വെച്ച് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ആയിരിക്കും. സ്റ്റിഫ്നെസ്, സ്ട്രെങ്ത്, ഹീറ്റ് റെസിസ്റ്റൻസ്, ഈ മൂന്ന് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് ഇത് വെച്ച് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ എങ്ങനെയായിരിക്കും? സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് പറഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഒന്ന് എയറോസ്പേസ് കമ്പോണൻസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും. ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, ഇതൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നൊരു മെറ്റീരിയലാണ് കെവലാർ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് കെവലാർ? കെവലാർ ഒരു സിന്തറ്റിക് പോളിമർ ഫൈബർ ആണ്. അതിൻ്റെ മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് സ്റ്റിഫ്നെസ്, സ്ട്രെങ്ത്, ഹീറ്റ് റെസിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ഉണ്ടാക്കാൻ, ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ഉണ്ടാക്കാൻ, എയറോസ്പേസ് കമ്പോണൻസ് ഉണ്ടാക്കാൻ, അതിനൊക്കെയാണ് ഈ കെവലാർ യൂസ് ചെയ്യുന്നത്. കെവലാർ വെച്ച് ഉണ്ടാക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത്, അല്ലെ മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ മെറ്റീരിയൽ ആയിരിക്കും. ഇനി നമുക്ക് കെവലാർ ആരാ കണ്ടുപിടിച്ചതെന്ന് നോക്കാം. കെവലാർ കണ്ടുപിടിച്ചത് ഒരു പോളിഷ് അമേരിക്കൻ കെമിസ്റ്റാണ്. പോളിഷ് അമേരിക്കൻ കെമിസ്റ്റായ സ്റ്റെഫാനി ക്വാലക് ആണ് കെവലാർ കണ്ടുപിടിച്ചത്. സോ കെവലാർ ഈസ് ഇൻവെൻറ്റഡ് ബൈ പോളിഷ് അമേരിക്കൻ കെമിസ്റ്റ് സ്റ്റെഫാനി ക്വാലക്. ഇനി എന്താണ് കെവലാർ? കെമിക്കലി എന്താണ് കെവലാർ? കെവലാർ എന്ന് പറയുന്നത് ഒരു ആരോമാറ്റിക് പോളി അമൈഡ് ആണ്. കെവലാർ എന്ന് പറയുന്നത് ആരോമാറ്റിക് പോളി അമൈഡ് ആണ്, അല്ലെങ്കിൽ ആരമൈഡ് പോളിമർ ആണ് കെവലാർ. സോ കെവലാർ ഈസ് ആൻ ആരോമാറ്റിക് പോളി അമൈഡ്, ദാറ്റ് ഈസ് ആരമൈഡ് പോളിമർ. ഒരു ആരമൈഡ് പോളിമർ ആണ് കെവലാർ എന്ന് പറയുന്നത്. അതായത് ഈ കെവലാറിൻ്റെ പേരെന്താണ്? പോളി പി ഫിനലിൻ ടെറഫ്താലമൈഡ് എന്നാണ്. പോളി പി ഫിനലിൻ ടെറഫ്താലമൈഡ്. ഈ പേര് പഠിച്ചു വെച്ചാൽ ഇതിൻ്റെ മോണോമേഴ്സ് ഓർക്കാൻ എളുപ്പം കാണും. ഇതിൻ്റെ മോണോമേഴ്സ് എന്തൊക്കെയാണ്? പാരാഫിനലിൻ ഡൈഅമൈഡും ടെറഫ്താലോയിൽ ക്ലോറൈഡുമാണ് ഇതിൻ്റെ മോണോമേഴ്സ്. എന്തൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ മോണോമേഴ്സ്? പാരാഫിനലിൻ ഡൈഅമൈഡും ടെറഫ്താലോയിൽ ക്ലോറൈഡുമാണ് കെവലാറിൻ്റെ മോണോമേഴ്സ് എന്ന് പറയുന്നത്. ഇനി കെവലാർ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത്? കെവലാർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളിമറൈസേഷൻ ഓഫ് പാരാഫിനലിൻ ഡൈഅമൈഡും ടെറഫ്താലോയിൽ ക്ലോറൈഡും, ഇതിൻ്റെ പോളിമറൈസേഷൻ വഴിയാണ് എന്തുണ്ടാവുന്നത്? കെവലാർ. സോ കെവലാർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പോളിമറൈസേഷൻ റിയാക്ഷൻ ഓഫ് പാരാഫിനലിൻ ഡൈഅമൈഡും ടെറഫ്താലോയിൽ ക്ലോറൈഡ്, പാരാഫിനലിൻ ഡൈഅമൈഡിൻ്റെയും ടെറഫ്താലോയിൽ ക്ലോറൈഡിൻ്റെയും പോളിമറൈസേഷൻ വഴിയാണ് നമ്മുടെ കെവലാർ ഫോം ചെയ്യുന്നത്. കെവലാറിൻ്റെ കെമിക്കൽ നെയിം ഓർത്തിരിക്കുക, പോളി പി ഫെനലൈൻ ടെറഫ്താലമൈഡ് എന്നാണ് കെവലാറിൻ്റെ കെമിക്കൽ നെയിം. പോളി പി ഫെനലൈൻ ടെറഫ്താലമൈഡ്. മോണോമേഴ്സ് ഏതൊക്കെയാണ്? മോണോമേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്. മോണോമേഴ്സ് ഏതൊക്കെയാണ്? പാരാഫിനലിൻ ഡൈഅമൈഡും ടെറഫ്താലോയിൽ ക്ലോറൈഡുമാണ്. കെവലാറിൻ്റെ മോണോമേഴ്സ് പാരാഫിനലിൻ ഡൈഅമൈഡും ടെറഫ്താലോയിൽ ക്ലോറൈഡുമാണ്. നെക്സ്റ്റ് കെവലാറിൻ്റെ പ്രോപ്പർട്ടീസാണ് നോക്കാനുള്ളത്. കെവലാറിൻ്റെ പ്രോപ്പർട്ടീസിൽ ആദ്യത്തേത് കെവലാറിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. കെവലാറിന് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. പറയുമ്പം 5 ടൈംസ് സ്റ്റീലിനുള്ളതിനേക്കാളിലും ടെൻസൈൽ സ്ട്രെങ്ത് ആർക്കുണ്ട്? കെവലാറിനുണ്ട്. കെവലാറിന് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. സ്റ്റീലിൻ്റെതിനേക്കാളിലും 5 ടൈംസിന് മുകളിൽ ടെൻസൈൽ സ്ട്രെങ്ത് എന്തിനുണ്ട്? കെവലാറിനുണ്ട്. അതുപോലെ കെവലാർ ലൈറ്റ് വെയ്റ്റ് ആണ്. കെവലാറിൻ്റെ സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് കെവലാർ ലൈറ്റ് വെയ്റ്റ് ആണ്. സോ കെവലാറിന് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്, അതുപോലെ ലൈറ്റ് വെയ്റ്റ് ആണ്. കെവലാർ എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ ആണ്, അത് നോൺ ഇൻഫ്ലേമബിൾ ആണ്, അത് തീ പിടിക്കത്തില്ല. കെവലാർ ക്രിസ്റ്റലൈൻ ആണ്, നോൺ ഇൻഫ്ലേമബിൾ ആണ്. അപ്പോൾ കെവലാറിൻ്റെ പ്രോപ്പർട്ടീസ് ഇതുവരെ പറഞ്ഞ ഏതൊക്കെയാണ്? ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്, പിന്നെ ലൈറ്റ് വെയ്റ്റ് ആണ്, ക്രിസ്റ്റലൈൻ ആണ്, നോൺ ഇൻഫ്ലേമബിൾ ആണ്. കെവലാർ എന്ന് പറയുന്നത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്, അതുപോലെ ഹൈ ടെമ്പറേച്ചറിലും മെൽറ്റ് ചെയ്യത്തില്ല. ഇറ്റ് ഡസ് നോട്ട് മെൽറ്റ് അണ്ടർ ഹൈ ടെമ്പറേച്ചർ. അതുപോലെ ഇമ്പാക്റ്റ്, സ്ക്രാച്ച്, കട്ട്, അബ്രേഷൻസ്, ഇതിനെല്ലാം റെസിസ്റ്റൻ്റ് ആണ് കെവലാർ. കെവലാറിന് ഹാർഷ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സോ കെവലാറിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് പറഞ്ഞേ? ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് പറഞ്ഞു, ലൈറ്റ് വെയ്റ്റ് ആണെന്ന് പറഞ്ഞു, ക്രിസ്റ്റലൈൻ ആണ്, നോൺ ഇൻഫ്ലേമബിൾ ആണ്, പിന്നെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു, ഇറ്റ് ഡസ് നോട്ട് മെൽറ്റ് അണ്ടർ ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു.
അതുപോലെ ഇമ്പാക്റ്റ്, സ്ക്രാച്ച്, കട്ട്, അബ്രേഷൻസ് ഇതിനെല്ലാം റെസിസ്റ്റൻ്റ് ആണ് കെവിലാർ എന്ന് പറയുന്നത്. അതായത് ഒരുമാതിരിപ്പെട്ട ഹാർഷ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് എല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ആർക്ക് പറ്റും? കെവിലാറിന് പറ്റും. കെമിക്കലി സ്റ്റേബിൾ ആൻഡ് ഡ്യൂറബിൾ ആണ് കെവിലാർ എന്ന് പറയുന്നത്. കെവിലാർ കെമിക്കലി സ്റ്റേബിൾ ആണ്, അതുപോലെ ഡ്യൂറബിൾ ആണ്, ലോങ് പീരീഡ് ഡ്യൂറബിൾ ആണ്. സോ കെവിലാർ ഈസ് കെമിക്കലി സ്റ്റേബിൾ ആൻഡ് ഡ്യൂറബിൾ. അതുപോലെ കെവിലാർ നോൺ ബയോഡീഗ്രേഡബിൾ ആണ്. കെവിലാറിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കെവിലാർ നോൺ ബയോഡീഗ്രേഡബിൾ ആണ്. അതായത് അത് ഡീഗ്രേഡ് ചെയ്തിട്ട് ഒരിക്കലും ടോക്സിക് മെറ്റീരിയൽസ് എൻവയോൺമെൻറ്റിലേക്ക് ഡിസ്ചാർജ് ചെയ്യത്തില്ല, അത് റിലീസ് ചെയ്യത്തില്ല. സോ കെവിലാർ ഡു നോട്ട് റിലീസ് ടോക്സിക് മെറ്റീരിയൽസ് ഇൻ ടു ദ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ് പറഞ്ഞ കെവിലാറിൻ്റെ? 1 ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്, 2 ലൈറ്റ് വെയ്റ്റ് ആണ്, 3 ക്രിസ്റ്റലൈൻ ആൻഡ് നോൺ ഇൻഫ്ലേമബിൾ ആണ്, പിന്നെ പറഞ്ഞ എന്താ? ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്, ഇറ്റ് ഡസ് നോട്ട് മെൽറ്റ് അണ്ടർ ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു. അതുപോലെ കെവിലാർ റെസിസ്റ്റൻറ്റ് ടു ഇമ്പാക്റ്റ്, സ്ക്രാച്ച്, കട്ട് ആൻഡ് അബ്രേഷൻസ്. പിന്നെ ഹാർഷ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കെവിലാറിന് പറ്റും. കെവിലാർ കെമിക്കലി സ്റ്റേബിൾ ആണ്, ഡ്യൂറബിൾ ആണ്. കെവിലാർ നോൺ ബയോഡീഗ്രേഡബിൾ ആണ്, ഒരിക്കലും ബയോഡീഗ്രേഡബിൾ അല്ല, നോൺ ബയോഡീഗ്രേഡബിൾ ആണ്. അതുപോലെ തന്നെ അത് ടോക്സിക് മെറ്റീരിയൽസ് എൻവയോൺമെൻറ്റിലേക്ക് റിലീസ് ചെയ്യത്തില്ല. കെവിലാർ ടോക്സിക് മെറ്റീരിയൽസ് എൻവയോൺമെൻറ്റിലേക്ക് റിലീസ് ചെയ്യില്ല. സോ 8 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 1 ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്, 2 ലൈറ്റ് വെയ്റ്റ്, 3 ക്രിസ്റ്റലൈൻ ആൻഡ് നോൺ ഇൻഫ്ലേമബിൾ, 4 ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്, ഡസ് നോട്ട് മെൽറ്റ് അണ്ടർ ഹൈ ടെമ്പറേച്ചർ, 5 റെസിസ്റ്റൻറ്റ് ടു ഇമ്പാക്റ്റ്, സ്ക്രാച്ച്, കട്ട് ആൻഡ് അബ്രേഷൻസ്, 6 ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹാർഷ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ, 7 ഇറ്റ് ഈസ് കെമിക്കലി സ്റ്റേബിൾ ആൻഡ് ഡ്യൂറബിൾ, ദെൻ 8 നോൺ ബയോഡീഗ്രേഡബിൾ ആൻഡ് ഡു നോട്ട് റിലീസ് ടോക്സിക് മെറ്റീരിയൽസ് ഇൻ ടു ദ എൻവയോൺമെൻറ്റ്. ഇത്രയുമാണ് കെവിലാറിൻ്റെ പ്രോപ്പർട്ടീസ് മെയിനായിട്ടും. ഇനി നമുക്ക് കെവിലാറിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. നമുക്കിനി നോക്കാനുള്ളത് കെവിലാറിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. കെവിലാറിൻ്റെ ആപ്ലിക്കേഷൻസിൽ ആദ്യത്തേത് ബോഡി ആർമറായിട്ട് കെവിലാർ യൂസ് ചെയ്യുന്നുണ്ട്. ബോഡി ആർമറായിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ഉണ്ടാക്കാനും അതുപോലെ ഹെൽമെറ്റ് ഉണ്ടാക്കാനും ഒക്കെ കെവിലാർ യൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കെവിലാർ ലൈറ്റ് വെയ്റ്റ് ആണ്, അതുപോലെ അതിന് ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റും ഹെൽമെറ്റും ഒക്കെ ഉണ്ടാക്കാൻ കെവിലാർ യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ആപ്ലിക്കേഷനാണ് ബോഡി ആർമറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെയാണ് എയറോസ്പേസ് ആൻഡ് ഓട്ടോമോട്ടീവ്. എയറോസ്പേസ് ആൻഡ് ഓട്ടോമോട്ടീവ്സിൽ യൂസ് ചെയ്യുന്നത് ഈ റെയിൻഫോഴ്സ്ഡ് മെറ്റീരിയൽ, അതായത് കെവിലാർ വെച്ച് റെയിൻഫോഴ്സ് ചെയ്ത മെറ്റീരിയൽസ് കാർ ടയേഴ്സിനും ബൈസൈക്കിൾ ടയേഴ്സിനും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. കാരണം എന്താ? പങ്ക്ചർ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം കെവിലാർ വെച്ച് റെയിൻഫോഴ്സ് ചെയ്ത മെറ്റീരിയൽ കാർ ടയേഴ്സിനും ബൈസൈക്കിൾ ടയേഴ്സിനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബോട്ടിൻ്റെയൊക്കെ ഹൾ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സോ എയറോസ്പേസ് ആൻഡ് ഓട്ടോമോട്ടീവ് ആണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഫീൽഡ് വരുന്നത്. ആദ്യത്തേത് ബോഡി ആർമർ, രണ്ടാമത്തേത് എയറോസ്പേസ് ആൻഡ് ഓട്ടോമോട്ടീവ്. മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് മാനുഫാക്ചർ ഓഫ് ഫോർമുല 1 റേസിംഗ് കാർ പെട്രോൾ ടാങ്ക്. ഫോർമുല 1 റേസിംഗ് കാറിൻ്റെ പെട്രോൾ ടാങ്ക് മാനുഫാക്ചർ ചെയ്യാൻ കെവിലാർ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ള ആപ്ലിക്കേഷനാണ് ഇലക്ട്രോണിക്സ് ഫീൽഡിലാണ്. അതായത് ഫൈബർ ഓപ്റ്റിക് കേബിളിൻ്റെ ഇൻസുലേഷനും റെയിൻഫോഴ്സ്മെൻറ്റിന് വേണ്ടിയും കെവിലാർ യൂസ് ചെയ്യുന്നുണ്ട്. ഫൈബർ ഓപ്റ്റിക് കേബിൾസിൻ്റെ ഇൻസുലേഷനും റെയിൻഫോഴ്സ്മെൻറ്റിന് വേണ്ടിയിട്ടും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കെവിലാർ യൂസ് ചെയ്യുന്നുണ്ട്. കെവിലാറിൻ്റെ 5th ആപ്ലിക്കേഷനാണ് സ്പോർട്സ് എക്യുപ്മെൻറ്റ്. അതായത് മോട്ടോർ സൈക്കിൾ സ്യൂട്ട്സ്, പ്രൊട്ടക്റ്റീവ് ഗിയർ, അതുപോലെ കയാക്ക് അങ്ങനെയുള്ളിടത്തൊക്കെ സ്പോർട്സ് എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിനും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കെവിലാർ യൂസ് ചെയ്യുന്നുണ്ട്. സോ 5 ആപ്ലിക്കേഷൻസ്: ബോഡി ആർമർ, എയറോസ്പേസ് ആൻഡ് ഓട്ടോമോട്ടീവ്, പിന്നെ ഫോർമുല 1 റേസിംഗ് കാറിൻ്റെ പെട്രോൾ ടാങ്ക് ഉണ്ടാക്കാൻ, ഇലക്ട്രോണിക്സ് ഫീൽഡിൽ അതായത് ഫൈബർ ഓപ്റ്റിക് കേബിളിൻ്റെ ഇൻസുലേഷനും റെയിൻഫോഴ്സ്മെൻറ്റിനും, അതുപോലെ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ്. ഇത്രയുമാണ് കെവിലാറിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കെവിലാറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. കെവിലാറിൻ്റെ ഡിസഡ്വാൻറ്റേജിൽ ആദ്യത്തെയാണ് കെവിലാർ ടെക്സ്റ്റൈൽസിന് മോയ്സ്ചർ അബ്സോർബ് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ട്. കെവിലാർ ടെക്സ്റ്റൈൽസിന് മോയ്സ്ചർ അബ്സോർബ് ചെയ്യാനായിട്ടൊരു ടെൻഡൻസി ഉണ്ട്. അതുപോലെ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ ബാഡായിട്ട് റിയാക്ട് ചെയ്യും. കെവിലാർ ടെക്സ്റ്റൈൽസ് കംപ്രസീവ് ഫോഴ്സിലുള്ള അതിൻ്റെ റിയാക്ഷൻ വളരെ മോശമാണ്. പിന്നെ ഇത് കട്ട് ചെയ്യാനും ഏതെങ്കിലും പെർട്ടിക്കുലർ ഷേപ്പിലാക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അതിന് സ്പെഷ്യൽ ടൂൾസും എക്യുപ്മെൻറ്റ്സും ഒക്കെ വേണം.
ഈ കെവലാർ ടെക്സ്റ്റൈൽസ് അല്ലെ കെവലാർ മെറ്റീരിയൽ കട്ട് ചെയ്യാനും ഡിസൈഡ് ഷേപ്പിലാക്കാനും ബുദ്ധിമുട്ടാണ്. അതിന് സ്പെഷ്യൽ ടൂൾസും എക്യുപ്മെൻറ്റ്സും ആവശ്യമാണ്. അതുപോലെ UV ലൈറ്റ്, അൾട്രാവയലറ്റ് ലൈറ്റിനോടുള്ള അതിൻ്റെ റിയാക്ഷൻ മോശമാണ്. പിന്നെ ഇത് ക്ലോറിന് എക്സ്പോസ്ഡ് ആയാൽ ഇതിന് കൊറോഷൻ ഉണ്ടാവും. ക്ലോറിന് എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞാൽ കെവലാറിന് കൊറോഷൻ ഉണ്ടാവും. അപ്പോൾ കെവലാറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്നൊക്കെയാണ്? കെവലാർ ടെക്സ്റ്റൈൽസിന് മോയ്സ്ചർ അബ്സോർബ് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ട്. കംപ്രസീവ് ഫോഴ്സോ അൾട്രാവയലറ്റ് ലൈറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ റിയാക്ഷൻ വളരെ മോശമാണ്, വളരെ ബാഡായിട്ട് റിയാക്ട് ചെയ്യും. പിന്നെ ഡിസൈഡ് ഷേപ്പിൽ കട്ട് ചെയ്യാനും ഷേപ്പ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്? സ്പെഷ്യൽ ടൂൾസും എക്യുപ്മെൻറ്റ്സും ഒക്കെ വേണം. പിന്നെ ക്ലോറിന് എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞാൽ അതിന് കൊറോഷൻ ഉണ്ടാവും. ക്ലോറിന് എക്സ്പോസ്ഡ് ആയാൽ കൊറോഷൻ ഉണ്ടാവും. ഇത്രയുമാണ് കെവലാറിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. സോ നമ്മൾ കെവലാറും പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ABSും കെവലാറും നമ്മൾ ഫിനിഷ് ചെയ്തു. താങ്ക്